ഹായ് സ്റ്റുഡൻസ്. സോ 8ാം ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു അക്കാഡമിക് ഇയർ ഇവിടെ അവസാനിക്കാറായി. ഏതാനും ചില എക്സാംസ് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. സോ ഈ ഒരു മാർച്ച് എൻഡിലോട്ട് കൂടിയിട്ട് എല്ലാ എക്സാംസും നമുക്ക് എൻഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു അക്കാഡമിക് ഇയർ 8ാം ക്ലാസ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ട് ഉള്ള ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് അഥവാ കണക്ക് എന്ന് പറയുന്നത് അല്ലേ. ചില ആളുകൾക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റ്, പക്ഷേ ചില ആളുകൾക്ക് വളരെ ഈസി ആയിട്ടും പറയാറുണ്ട്. സോ എങ്ങനെയായിരിക്കണം അടുത്തൊരു 9ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ഇയറിലോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കണം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പ്രത്യേകിച്ച് സയൻസ് സബ്ജക്ട്സ് ഹയർ ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് വളരെ ഡിഫിക്കൽട്ട് ആവുകയാണ് ആക്ച്വലി ചെയ്യുക. സോ മാത്സിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ആക്ച്വലി 9ാം ക്ലാസ്, അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും 10ാം ക്ലാസ് എന്നുള്ളത്. സോ നിങ്ങളൊരു CBSE സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അത് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, എന്തായിരിക്കണം നമ്മളുടെ ഒരു അടുത്ത 2 മാസത്തെ നമ്മൾ 2 മാസത്തെ വെക്കേഷനിലോട്ട് പോവുകയാണ്. സോ എങ്ങനെ നമുക്ക് ഇതൊരു ഫലപ്രദമായിട്ടൊരു വെക്കേഷനായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ 9ാം ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നു. സോ 8ാം ക്ലാസ്സിൽ മിക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുക്കുന്ന സമയത്ത് SCRTയുടെ കേസിലാണ് എന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് സിലബസ് ആണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് അറിയാവുന്നത് ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ നിങ്ങൾ സോൾവ് ചെയ്യാൻ പഠിക്കുന്നുണ്ട് അല്ലേ. ലീനിയർ ഇക്വേഷൻസ് 1 വേരിയബിൾ. അതുപോലെ തന്നെ ജോമെട്രി സൈഡിലോട്ട് വരുന്ന സമയത്ത് ട്രയാങ്കിൾസ്, സർക്കിൾസ്, പാരലോഗ്രാം, ട്രപ്പീസിയം, ഇത്തരം ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. NCERTയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ, CBSEയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ജോമെട്രി കേസിലോട്ട് വരുന്ന സമയത്ത് ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട്, പിന്നെ ആൾജിബ്ര സൈഡ് ഉണ്ട്, പിന്നെ ഏരിയാസ് ഉണ്ട്, ഫ്രാക്ഷൻസ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു 8ാം ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്റേഴ്സ് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 8ാം ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് 9ാം ക്ലാസ്സിൽ വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒന്നാമത് വരുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണ്. സോ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ നിങ്ങൾ ആക്ച്വലി സോൾവ് ചെയ്യാൻ പഠിക്കണം അല്ലേ. 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ സോൾവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 9ാം ക്ലാസ്സിലെ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് CBSEയിലോട്ട് സ്റ്റേറ്റിലുള്ള ചാപ്റ്ററാണ്. ഇനി ട്രയാങ്കിൾസ് നോക്കാം. 9ാം ക്ലാസ്സിൽ വരുന്ന അടുത്തൊരു ചാപ്റ്ററാണ് ട്രയാങ്കിൾസ്, സർക്കിൾസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് മൂന്നും എന്താണ് ആക്ച്വലി 8ാം ക്ലാസ്സിലുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. സോ 8ാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ ട്രയാങ്കിൾസ്, സർക്കിൾസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. സോ 8ാം ക്ലാസ്സിലെ കോൺസെപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സിലബസ് എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. ഒരു ക്ലാസ്സിലെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. സോ ഇത്തരം ട്രയാങ്കിൾസ്, സർക്കിൾസ് അല്ലെങ്കിൽ ജോമെട്രി സൈഡ് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇപ്പോൾ CBSEയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, ഏരിയ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ 9ാം ക്ലാസ്സിലോട്ട് ചേരുന്ന സമയത്ത് അല്ലേ, 9ാം ക്ലാസ്സിലോട്ട് എത്തുന്ന സമയത്ത്. ഇപ്പോൾ CBSEയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ, ഇപ്പോൾ സിലബസ് ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. സോ 10ാം ക്ലാസ്സിലെ പല ടോപ്പിക്സ് ആയിട്ടുള്ള അരിതമെറ്റിക് പ്രോഗ്രഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 9ാം ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒന്നും കൂടെ ഡിഫിക്കൽട്ട് ആവാം, CBSEയുടെ കേസിൽ ഒന്നും കൂടെ ഡിഫിക്കൽട്ട് ആവാൻ പോവുകയാണ്. സോ 9 ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, അരിതമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രി പ്രോഗ്രഷനും അതിൻ്റെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ്സും അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 9ാം ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പുതിയ സിലബസ് അനുസരിച്ചിട്ട്. സോ അതിന് മുമ്പായിട്ട് ഇത്തരം ചാപ്റ്റേഴ്സ് 8ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് പക്ക ആക്കുക എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ CBSEയുടെ കേസ് വരുന്നതാണെങ്കിൽ പോളിനോമിയൽസ് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസ് 8 ആൾജിബ്ര പഠിക്കണം അല്ലേ. പിന്നെ കോർഡിനേറ്റ് ജോമെട്രി ഉണ്ട്. കോർഡിനേറ്റ് ജോമെട്രി കമ്പാരിറ്റീവ്ലി ഒന്നും കൂടെ ന്യൂവർ ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കുന്നത്. പിന്നെ ട്രയാങ്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിലെ ജോമെട്രി പഠിക്കണം അല്ലേ. പിന്നെ ക്വാഡ്രിലാറ്ററൽസ് വരുന്നുണ്ട്. ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ വരുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ സെയിം ചാപ്റ്റർ അല്ലേ. ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന സെയിം നെയിമിൽ തന്നെ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സും ഉണ്ട്. സോ അതിൻ്റെ നേരെ കണ്ടിന്യൂഷൻ ആണ് വരിക. പിന്നെ ഹെറോൺസ് ഫോർമുല, സർഫസ് ഏരിയാസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിലെ ഏരിയാസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ നേരെ കണ്ടിന്യൂഷൻ ആയിട്ട് വരിക. സോ വളരെ ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. 8ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ നേരെ കണ്ടിന്യൂവേഷനാണ്. കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. സോ 9ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്തൊക്കെ ആ സമയത്ത് പഠിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിലെ സിലബസ് ഓൾറെഡി ഉണ്ടാകും അല്ലേ. അത് ആൾമോസ്റ്റ് വാസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്, ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പിന്നെ 8ാം ക്ലാസ്സിലെ കോൺസെപ്റ്റുകൾ പഠിക്കുക എന്ന് പറയുന്നത് എന്തല്ല, അത്ര തന്നെ പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല, അല്ലെങ്കിൽ ഒന്നും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. നമുക്ക് ടൈം മാനേജ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ഒരു വെക്കേഷൻ സമയത്ത് ഞാൻ നേരത്തെ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലേ, 8ാം ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലേ.
ഇതിന് മുമ്പായിട്ട് 8ാം ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, ചില ആളുകൾക്ക് മേ ബി പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അത്ര തന്നെ ലൈക്ക് ഒരു കംഫർട്ടബിൾ ആയി ഉണ്ടാവില്ല, ഒന്നും കൂടെ പ്രോബ്ലം ചെയ്ത് ശീലം ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ തിയറി ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ അറിയാം, ഇപ്പോൾ ഏരിയ റെക്ടാങ്കിളിൻ്റെ ഏരിയാസും പരിപാടികളൊക്കെ അറിയായിരിക്കും, പക്ഷെ എന്താ ഒരു പ്രോബ്ലം തരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ഒരു ചെറിയൊരു ട്വിസ്റ്റ് വരുന്ന സമയത്ത് എന്താണല്ല ലൈക്ക് അത് ചെയ്യാൻ പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് അവർക്ക് ഒന്ന് റിവൈസ് ചെയ്യേണ്ടത്, ഒന്നും കൂടെ പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു 2 മാസം ഉപയോഗിക്കുക. 9th മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. കാരണം ലൈക്ക് 10ാം ക്ലാസ്സിലായിക്കോട്ടെ, +1 പ്ലസ് 2 നിങ്ങൾ പഠിക്കുന്ന പല കോൺസെപ്റ്റ്സിൻ്റെയും ഇൻട്രൊഡക്ഷൻ നടക്കുന്നത് ലൈക്ക് 9th. ഇപ്പോൾ 9th ആൾജിബ്ര, ലൈക്ക് ജോമെട്രി പോലുള്ള ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. സോ ലൈക്ക് 9th നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് 10th +1 +2 നിങ്ങളെ ബാധിക്കാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള +2 മാത്തമാറ്റിക്സ് എക്സാം പൊതുവേ ടഫായിരുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. അപ്പോൾ ലൈക്ക് പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ലൈക്ക് അവരുടെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള NCERT അല്ലെങ്കിൽ SCERT ആയിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മിക്ക ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിലെ കമൻറ്റ് സെക്ഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് തന്നെ അതിലുള്ള കമൻറ്റ്സ് പറയാറുണ്ട്, സാറേ ലൈക്ക് ഞാൻ എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു NCERT അല്ലെങ്കിൽ SCERT പക്ഷേ സ്റ്റിൽ എനിക്ക് ടഫായിരുന്നുള്ളത്. അതിനുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അതൊരു മാത്തമാറ്റിക്സ് ഒരു മെമ്മറി സബ്ജക്റ്റ്, അതായത് കാണാതെ പഠിച്ചു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടി, നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ പ്രോബ്ലം ലൈക്ക് ഉടനടി ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആ പ്രോബ്ലം ലൈക്ക് നിങ്ങൾ സൊല്യൂഷൻ നോക്കുക, ലൈക്ക് നിങ്ങൾ ഒരു ലൈക്ക് മേ ബി ലൈക്ക് ഒരു 1 മിനിറ്റ് ഒക്കെ ചിന്തിച്ചതിന് ശേഷം അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സൊല്യൂഷൻ നോക്കിയിട്ട് ഓക്കെ സൊല്യൂഷൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആ ഒരു രീതിയിലാണ് നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ ഓക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു രീതിയിലാണ് നിങ്ങൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു പ്രോബ്ലം, എന്തെങ്കിലും ചെറിയൊരു ട്വിസ്റ്റ് ആ ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയുമായിരിക്കും, പക്ഷേ ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അതിൻ്റെ പിന്നിലുള്ള ലോജിക്കൽ തിങ്കിങ് എന്തായിരിക്കണം എന്നുള്ള പോലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. എന്തൊക്കെയാണ് അതിനുള്ള പോസിബിലിറ്റീസ്, തെറ്റിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ലൈക്ക് എന്താണ് നിങ്ങൾ അത് ട്രൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഗ്രാജ്വലി ലൈക്ക് അതൊരു ലൈക്ക് മേ ബി ഒരു ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് ഡെവലപ്പ് ആവില്ല. ഒരു ഗ്രാജ്വലി ലൈക്ക് നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ഇതേപോലെ ട്രൈ ഔട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, ലോജിക്കൽ തിങ്കിങ് പോലുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് ഈ ഒരു മേ ബി ലൈക്ക് ഒരു 2 മന്ത് വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ലൈക്ക് ലോജിക്കൽ ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, പസിൽസ് ആയിക്കോട്ടെ, സുഡോക്ക് പോലുള്ള ഗെയിംസ് അല്ലെങ്കിൽ ചെസ്സ് പോലുള്ള ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് ലൈക്ക് പ്രാക്ടീസ് ചെയ്യാം. ലൈക്ക് നമ്മുടെ എക്സാംവൈഡ് ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്ന ചാനലിൽ വീക്ക്ലി നമ്മൾ പസിൽസ് ഒക്കെ ലൈക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ലൈക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ലൈക്ക് പസിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. സോ ആ ഒരു നല്ല രീതിയിൽ നിങ്ങളൊരു വെക്കേഷൻ ഉപയോഗിക്കുക. ബെസ്റ്റ് വിഷസ്.